ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹിമാലയം കടലിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? സത്യമായി പറയണം, വിശ്വസിക്കില്ല. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു കഥയല്ല, സയൻസ് തെളിയിച്ച ഒരു റിയൽ സംഭവമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ മലനിരകൾ ഒരിക്കൽ കടലിന്റെ അടിയിലായിരുന്നു. അതെങ്ങനെ സാധ്യമായി? ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ചാനൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഇതിന്റെ പിന്നിലെ റിയൽ സ്റ്റോറി ഇപ്പോൾ തന്നെ നോക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്ന ഈ മഹത്തായ മലനിരകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ കാറ്റിൽ വീശുന്ന മരങ്ങളുമില്ല, മഞ്ഞുമൂടിയ കൊടുമുടികളുമില്ല, മനുഷ്യന്റെ ഒരു പാടുപോലുമില്ല. ഈ മുഴുവൻ പ്രദേശവും ഒരു വലിയ സമുദ്രമായിരുന്നു. ആഘാതവും അതിലില്ലാത്തതും അതിന്റെ അടിത്തട്ടിൽ അനവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാചീന സമുദ്രം, അതായത് ഒരു പഴയകാല സമുദ്രം. ആ സമുദ്രത്തിന്റെ അടിയിൽ ചെറുതും വലുതുമായ ജീവികൾ നീന്തിക്കൊണ്ടിരുന്നു. അവയിൽ ചിലത് ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാനാവാത്തവയാണ്. വെള്ളത്തിന്റെ മുകളിൽ ശാന്തത, പക്ഷെ അതിന്റെ അടിയിൽ നടക്കുന്നത് ഒരു നിശബ്ദ വിപ്ലവം. ആരും കേൾക്കാത്ത, ആരും കാണാത്ത, എന്നാൽ ഭൂമിയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് ഉണ്ടായത്. ആ സമുദ്രം വെറും വെള്ളം മാത്രമായിരുന്നില്ല, അതൊരു കഥയുടെ ആരംഭമായിരുന്നു. ഭൂമിയുടെ അടിത്തട്ടിൽ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു ലോകം നിശബ്ദമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ പതുക്കെ തമ്മിൽ അടുക്കിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളല്ല, കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത ഒരു സ്ലോ മോഷൻ പ്രക്രിയ. അതായത് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ കൂടുതൽ നാളുകൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. ആ സമുദ്രത്തിന്റെ അടിയിൽ കിടന്നിരുന്ന പാളികൾ പതുക്കെ മുകളിലേക്ക് തള്ളപ്പെടാൻ തുടങ്ങി. ആരും ശ്രദ്ധിക്കാത്ത, എന്നാൽ ഒരിക്കൽ അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ശക്തി. ആ സമയത്ത് ഒരു ജീവിക്കും മനസ്സിലായിരുന്നില്ല, അവർ നീന്തിക്കൊണ്ടിരിക്കുന്ന ആ സമുദ്രം ഒരിക്കൽ ആകാശത്തോട് മത്സരിക്കുന്ന ഉയരത്തിലുള്ള മലകളായി മാറുമെന്ന്. കാലം കടന്നു, ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഇടിച്ചു. ആ ഇടിച്ചിൽ സാധാരണ ഒന്നല്ല, അതൊരു മഹാസംഘർഷമായിരുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന കല്ലുകളും മണലും പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. വീണ്ടും വീണ്ടും വർഷങ്ങൾക്കു ശേഷം അത് ചെറിയ ഉയരങ്ങളായി, പിന്നെ വലിയ കുന്നുകളായി, ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകളിലൊന്നായി മാറി. ഒരിക്കൽ സമുദ്രത്തിനടിയിലായിരുന്ന ശിലകൾ ഇന്ന് മേഘങ്ങളെ തൊടുന്ന ഉയരത്തിൽ നിൽക്കുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റം. വെള്ളത്തിനടിയിൽ ജീവിച്ചിരുന്ന ചരിത്രം ഇന്ന് മഞ്ഞു പൊതിഞ്ഞ കൊടുമുടികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഹിമാലയം കാണുമ്പോൾ നമ്മൾ കാണുന്നത് വെറും പാറകളും മഞ്ഞുമല്ല, അത് ഭൂമിയുടെ കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ്. ഒരിക്കൽ സമുദ്രമായിരുന്ന ഒരു ലോകത്തിന്റെ സാക്ഷ്യം. നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി പോലും ഒരിക്കൽ എത്ര വ്യത്യസ്തമായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അത്ഭുതം. അതുകൊണ്ട് ഇനി നിങ്ങൾ ഹിമാലയത്തെ കാണുമ്പോൾ ഒരു മലനിര എന്നല്ല, മറിച്ച് കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അത്ഭുത കഥയായി കാണാൻ ശ്രമിക്കുക. കാരണം അതിന്റെ ഓരോ കല്ലിലും ഓരോ പാളിയിലും ഒരു പ്രാചീന സമുദ്രത്തിന്റെ ശബ്ദം ഇന്നും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹിമാലയാസ് കടലിൽ നിന്നാണ് വന്നത് എന്നതിനുള്ള കുറച്ച് ശാസ്ത്രീയപരമായ തെളിവുകൾ നോക്കാം. ഹിമാലയത്തിന്റെ ഉച്ചികളിൽ നിന്ന്, അതായത് ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, ബോട്ടം എഡ്ജിൽ നിന്ന് കണ്ടെത്തുന്ന ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ. സമുദ്രത്തിന്റെ അടിയിൽ മാത്രം ജീവിക്കുന്ന ചെറുജീവികളായ ഫോസിലുകൾ, ഷെല്ലുകൾ, ലൈംസ്റ്റോൺ പാളികൾ എന്നിവ ആയിരക്കണക്കിന് മീറ്റർ ഉയരത്തിലുള്ള മലകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായി ഇത്തരം ജീവികൾ ആഴമുള്ള കടലിൽ മാത്രം ജീവിക്കാനാവുന്നവയാണ്. അവ ഭൂമിയുടെ മുകളിലോ മലകളിലോ സ്വാഭാവികമായി ഉണ്ടാകാനാവില്ല. എന്നാൽ ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ ഈ ഫോസിലുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വലിയ ചോദ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇവ ഇവിടെ എത്തിയത് എങ്ങനെ? ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ പാറകൾ ഒരിക്കൽ കടലിന്റെ അടിത്തട്ടിലായിരുന്നുവാണെന്നും പിന്നീട് ഭൂമിയുടെ ഭൗതിക മാറ്റങ്ങൾ മൂലം മുകളിലേക്ക് ഉയർന്നതാണെന്നും ഇത് ഹിമാലയം ഒരിക്കൽ സമുദ്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നതിന് നേരിട്ടുള്ള ശക്തമായ തെളിവായി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ തെളിവ് എന്താണെന്ന് വെച്ചാൽ ടെക്ടോണിക് പ്ലേറ്റുകളാണ്. ഭൂമിയുടെ പുറംഭാഗം സ്ഥിരമല്ലല്ലോ, അത് വലിയ ടെക്ടോണിക് പ്ലേറ്റുകളായി വിഭജിച്ചിരിക്കുന്നു. ഇവ നിരന്തരം വളരെ മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്ലേറ്റ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ ഭാഗത്ത് നിന്ന് വടക്കോട്ട് നീങ്ങി യൂറോപ്യൻ പ്ലേറ്റുമായി ഇടിച്ചുമുട്ടി. ഈ ഇടിച്ചിലിന്റെ ഫലമായി ഇടയിലുണ്ടായിരുന്ന സമുദ്രഭാഗം പതുക്കെ അടിച്ചുയർത്തപ്പെട്ടു. അതാണ് ഇന്ന് കാണുന്ന ഹിമാലയമായി മാറിയത്. ഈ പ്രക്രിയ ഇന്നും നിർത്തിയിട്ടില്ല. ഹിമാലയം ഇപ്പോഴും ഓരോ വർഷവും ചില മില്ലിമീറ്ററുകൾ വരെ ഉയരുന്നുവെന്ന് ശാസ്ത്രീയമായ അളവുകൾ തെളിയിക്കുന്നു. ഈ പ്ലേറ്റുകളുടെ നീക്കവും ഭൂകമ്പങ്ങളും പാറകളുടെ വളർച്ചയുമെല്ലാം ചേർന്ന് ഹിമാലയത്തിന്റെ രൂപീകരണത്തെ വിശദീകരിക്കുന്നു. ഇത് വെറും സിദ്ധാന്തമല്ല, പലതവണ അളന്നും പഠിച്ചും തെളിയിച്ച ശാസ്ത്രീയ സത്യമാണ്. അടുത്ത തെളിവ് പാറകളുടെ ഘടനയും രാസഘടകങ്ങളുമാണ്. ഈ രാസഘടകങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഹിമാലയത്തിലെ പാറകളുടെ രാസഘടനയും അവയുടെ രൂപീകരണ രീതിയും പരിശോധിക്കുമ്പോൾ അവയിൽ പലതും സമുദ്രത്തിൽ രൂപപ്പെടുന്ന തരത്തിലുള്ളവയാണെന്ന് വ്യക്തമായി കണ്ടെത്താം. പ്രത്യേകിച്ച് ലൈംസ്റ്റോൺ, ഷെയിൽ പോലെയുള്ള പാറകൾ സാധാരണയായി സമുദ്രത്തിന്റെ അടിയിൽ അടിഞ്ഞുകൂടുന്ന ചെളിയും ജീവികളുടെ അവശിഷ്ടങ്ങളും ചേർന്നാണ് രൂപപ്പെടുന്നത്.
എന്നാൽ ഇതേ തരത്തിലുള്ള പാറകൾ ഹിമാലയത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ കണ്ടെത്തുന്നത് അവ ഒരിക്കൽ സമുദ്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നതിന് മറ്റൊരു ഉറച്ച തെളിവാണ്. കൂടാതെ ഈ പാറകളിൽ അടങ്ങിയിരിക്കുന്ന ചില രാസഘടകങ്ങൾ, ഉദാഹരണത്തിന് കാൽഷ്യം കാർബണേറ്റ്, സമുദ്രജലത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം ഉണ്ടാകുന്നവയാണ്. ഇത് ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ ഹിമാലയം രൂപപ്പെട്ടത് ഒരു സമുദ്ര പരിസ്ഥിതിയിൽ നിന്നാണെന്നത് വ്യക്തമായി തെളിയിക്കുന്നു. ശാസ്ത്രീയ തെളിവുകൾക്കൊപ്പം പഴയകാല മനുഷ്യരുടെ നിരീക്ഷണങ്ങളും ചില സൂചനകൾ നൽകുന്നുണ്ട്. വിവിധ സംസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചില പ്രാചീന കഥകളിലും രേഖകളിലും ഈ പ്രദേശം ഒരിക്കൽ വെള്ളത്തിൽ മൂടപ്പെട്ടിരുന്നു എന്ന സൂചനകൾ കാണാം. ഇവയെ 100% ശാസ്ത്രീയ തെളിവായി കണക്കാക്കിയില്ലെങ്കിലും ഭൂമിയുടെ പഴയ കാലാവസ്ഥയെക്കുറിച്ചുള്ള മനുഷ്യരുടെ ധാരണകളെ ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ ഹിമാലയ പ്രദേശങ്ങളിൽ കണ്ടെത്തിയ ചില പാളികളിൽ പഴയ ജലപ്രവാഹങ്ങളുടെ അടയാളങ്ങളും കാണപ്പെടുന്നു. ഇത് ഒരിക്കൽ വലിയ ജലസാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്നതിന്റെ മറ്റൊരു പരോക്ഷ തെളിവാണ്. ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ശാസ്ത്രവും മനുഷ്യാഭാവവും ഒരേ ദിശയിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനത്തെ തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹിമാലയത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള തെളിവുകൾ കൂടുതൽ വ്യക്തമാക്കി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഉപഗ്രഹ അളവുകൾ, GPS ട്രാക്കിംഗ്, ഭൂകമ്പ ഡാറ്റ എന്നിവ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഇന്ത്യൻ പ്ലേറ്റ് ഇന്നും വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഹിമാലയം ഇപ്പോഴും ഉയരുകയാണെന്നുമാണ്. കൂടാതെ സമുദ്രത്തിനടിയിലുള്ള പാളികളുടെ ഘടനയും ഹിമാലയത്തിലെ പാറകളുടെ ഘടനയും തമ്മിലുള്ള സാമ്യം വളരെ വ്യക്തമാണ്. ഇതൊരു സാധാരണ യാദൃശ്ചികതയല്ല, മറിച്ച് ഒരേ ഉറവിടത്തിൽ നിന്നുള്ള രൂപീകരണത്തിന്റെ തെളിവാണ്. ഈ എല്ലാ ആധുനിക പഠനങ്ങളും ചേർന്നാൽ ഹിമാലയം ഒരിക്കൽ സമുദ്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നും പിന്നീട് ഭൂമിയുടെ ഭൗതിക മാറ്റങ്ങൾ മൂലം ഉയർന്നു വന്നതാണെന്നും വ്യക്തമായി തെളിയിക്കുന്നു. ഇത്രയൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങൾ. ശാസ്ത്രീയമല്ലാതെ തെളിയിച്ച കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ശാസ്ത്രം തെളിയിച്ചത് വിശ്വസിച്ചേ പറ്റൂ. നമ്മൾ ഇന്നുവരെ കേട്ട കഥകളിൽ ചിലത് കഠിനം, ചിലത് വിശ്വാസം, പക്ഷെ ചിലത് സത്യത്തിന്റെ ചുരുളകൾ ഒളിപ്പിച്ചിട്ടുള്ള ചരിത്രം. ഹിമാലയങ്ങൾ ഒരു മലനിര മാത്രമല്ല, ഒരിക്കൽ കടലിന്റെ അടിത്തട്ടിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഇന്നും അതിന്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടക്കുന്നു. ശിലകളിൽ കുടുങ്ങിയ കടൽ ജീവികളുടെ അടയാളങ്ങൾ, കാലം പറയുന്ന നിശബ്ദ സാക്ഷികൾ. ഇത് ഒരു കഥയല്ല, ഇത് ഭൂമിയുടെ തന്നെ ഓർമ്മയാണ്. നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ യാത്ര നിങ്ങളെ സ്പർശിച്ചു എന്ന് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാരണം ഇനിയും പറയാനുള്ള കഥകൾ ഭൂമി കാത്തിരിക്കുന്നു.